മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക ഇന്ന് വയനാട്ടിലെത്തിയ ആ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഉറക്കമെഴുന്നേറ്റപ്പോൾ ഉറ്റവരും ഉടയവരും മക്കളും അവൻ്റെ സമ്പാദ്യവും അവൻ്റെ കിടപ്പാടവും എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനസമൂഹത്തെ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ കണ്ടല്ലേ വയനാട് ജില്ലയിൽ. ഒരു കുടുംബത്തിൽ 9 പേർ നഷ്ടപ്പെട്ടു പോയിട്ട് ആ കുടുംബത്തിൽ നിന്ന് അവസാനിക്കുന്ന ആ ഒരു ആൺതരി ആ മണൽക്കൂരയിൽ വന്നു നിന്ന് കരഞ്ഞ് നിലവിളിച്ചതും ഇന്ന് നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഓരോ മലയാളികളും ആ നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ എത്തിച്ചു കൊടുത്തു. അത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ പണം അയച്ചു കൊടുത്തത്. അന്ന് സർക്കാരിനെയും പിണറായി വിജയനെയൊക്കെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മുന്നിലേക്കാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ സാക്ഷാൽ മുഖ്യമന്ത്രി ഒരു ടൗൺഷിപ്പ് തന്നെ അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. 160ഓളം വീടുകൾ എല്ലാ സൗകര്യങ്ങളോട് കൂടി ചേർന്ന് ഫർണിച്ചറുകളടക്കം എല്ലാ ഫെസിലിറ്റിയും നൽകിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയൊരു സ്വാന്തനമായിട്ട് നമ്മുടെ സർക്കാർ മാറിയത്. സർക്കാർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് നമ്മൾ നല്ലതെന്ന് പറയണം, മോശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ മോശമെന്ന് പറയണം. മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിലൊക്കെ ശക്തമായ രീതിയിൽ ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന സംഘടനയിലൂടെയൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് വയനാട്ടിലേക്ക് വന്നിട്ടുള്ള മമ്മൂക്കയുടെ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല മച്ചാ, വേറെ ലെവല്. ഇതൊരു 1.5 വരവായിരുന്നു കേട്ടോ. ആ കൂട്ടത്തിൽ പത്രക്കാർ ചോദിക്കുമ്പോൾ മമ്മൂക്ക പറയുന്ന ഒരു മറുപടി ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ മമ്മൂക്ക. ഈ മമ്മൂക്കയെ ആണ് നമ്മൾ കേരളത്തിലെ മലയാളികൾ, നമ്മുടെയൊക്കെ സ്വന്തം വല്യേട്ടൻ, നമ്മളുടെയൊക്കെ കാർണവർ, നമ്മുടെയൊക്കെ മൂത്തോൻ എന്നൊക്കെ അങ്ങനെ പല നാമം ചേർത്ത് നമ്മൾ വിളിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് ഒരു പേര് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കും. കാരണം നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ സിനിമയിൽ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാം, അത് നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള നമ്മുടെ മമ്മൂക്ക തന്നെയാണ് എന്നല്ലേ. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് നോക്കിയാലോ. സർക്കാരിന്റെ പ്രവർത്തനമൊക്കെ മനുഷ്യനെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ആവശ്യമുള്ളത്. ഭക്ഷണം മാത്രം കിട്ടുന്നവരുണ്ട്, ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും കിട്ടുന്നവരുണ്ട്, ഇത് മൂന്നും കിട്ടുന്നവരുണ്ട്. പക്ഷേ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ പാർപ്പിടം, ഒരു ജനത, ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ എല്ലാവരും ചേർന്ന് ഇങ്ങനെ നിരാശ്രയരായ ഇങ്ങനെ ഒരു ലാഭത്ത് സംഭവിച്ച ആളുകൾക്ക് വേണ്ടി സംഭാവന ചെയ്തുണ്ടാക്കി ഇത് ജനങ്ങളുടേതാണ്. അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. ജനങ്ങൾ അല്ല, അത് നമുക്കറിയില്ല. ജനങ്ങൾ ഇത് നമ്മൾ കൊടുത്തതാണ്, നമ്മുടേതാണ്. കേരളത്തിന്റെ ഒരു എന്താ പറയുക, സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹ്യ മൂലധനമാണ് ഈ കാണുന്നത്. നമ്മുടെ മറ്റുള്ളവരോടുള്ള അനുതാപവും സഹതാപവും ഉണ്ടെന്നുള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ ക്യാപിറ്റൽ ഉള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളം എന്ന് പറയുന്നതും കേരളത്തിൽ ജനിച്ചു എന്ന് പറയുന്നതും നമുക്കൊക്കെ ഓരോ ആളുകൾക്കും അഭിമാനമാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ അത് ജാതി മതഭേദമന്യേ ഏത് വലിയ ഉയർന്ന ആളാണെങ്കിലും കൊള്ളാം, അവർ നമ്മളെ സഹായിക്കാൻ വേണ്ടി രംഗത്തേക്ക് വരുമല്ലേ. അത്തരം കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക. ഇന്ന് മമ്മൂക്ക വയനാട്ടിലെ ആ ജനങ്ങളെ കാണാൻ വന്നപ്പോഴത്തേക്ക് അവർക്ക് കിട്ടിയിട്ടുള്ളൊരു സന്തോഷവും അതിലുപരി നമ്മുടെ മലയാളികൾക്ക് തരുന്ന ഒരു വലിയൊരു സന്ദേശം, ഒരു മെസ്സേജ് കൂടെയാണ് മമ്മൂക്കയുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുക, അത് തന്നെയാണ് മമ്മൂക്ക ഉദ്ദേശിക്കുന്നതും. കാരണം അദ്ദേഹത്തിൻ്റെ കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന സംഘടന 120ഓളം വരുന്ന കുട്ടികളുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ ചികിത്സാ സഹായവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. വയനാട്ടിലെ വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനങ്ങൾ ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അദ്ദേഹം ആരോടും പറഞ്ഞിട്ടൊന്നുമല്ല, പലരും ഇതൊക്കെ അറിഞ്ഞ് ഇങ്ങനെ പറയുന്നതാണ്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം ആരോടും അങ്ങനെ വലിച്ച് കൂവി വിളിച്ച് പറയാറൊന്നുമില്ല. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. അതിലുപരി എനിക്ക് ഏറെ സന്തോഷം തോന്നിയത് മമ്മൂക്കയുടെ ഇന്നത്തെ ആ ഒരു പുള്ളിയുടെ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, മമ്മൂക്ക ഇരിക്കുന്ന ആ ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഇരിപ്പും. കാരണം ഒരുപാട് ആളുകൾ ആ മനുഷ്യനെ പച്ചയ്ക്ക് വലിച്ചു കീറി ഒട്ടിക്കാൻ നോക്കിയപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് കാണാത്തവന്മാരാണ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയവരല്ല. ഇന്ന് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ആ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അല്ലേ.
അദ്ദേഹത്തിൻ്റെ ഓരോ പുതിയ സിനിമകൾ ഇറങ്ങുമ്പോൾ അതിലെ പെർഫോമൻസ് കണ്ട് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഞെട്ടണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മമ്മൂക്കായെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതൊരു എല്ലാവർക്കും